പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖമാചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്നും കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടുവെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ആകുലരാകേണ്ട. യേശു നമ്മളിൽ പ്രവർത്തിക്കും. അത് നമ്മളെ അനുവദിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ട് സൂക്ഷിക്കാം. അങ്ങനെയാകുമ്പോൾ യേശുവിന് വസിക്കുവാനായിട്ട് ഉള്ള ഇടമായി തീരും. നമ്മിലെ എല്ലാ തിന്മ പ്രവർത്തനങ്ങളെയും, തിന്മയായിട്ടുള്ള വാക്കുകളെയും തിന്മയായിട്ടുള്ള ചിന്തകളൊക്കെയും നമ്മൾക്ക് മാറ്റാം. യേശുവിന് വസിക്കുന്ന ആലയമായിട്ട് നമ്മുടെ ശരീരം മാറട്ടെ. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.